ഹായ് പ്രിയപ്പെട്ടവരെ, KL0 ഫാമിലിയുടെ ചെറിയൊരു മിനി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്വാഗതം. ഞങ്ങൾ ചെറിയൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു സർപ്രൈസ് വീഡിയോ. പാപ്പാടും ഉമ്മാടും വെഡിങ് ആനിവേഴ്സറിക്ക് ചെറിയൊരു ഗിഫ്റ്റുമായിട്ട് സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് പോകുന്ന വീഡിയോ ആണ്. ഈ കിളവങ്കേശ്വരിന്റെ ഉമ്മാന്റെ പാപ്പാന്റെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ദിവസമായിരുന്നു. അത് കഴിഞ്ഞു. അപ്പൊ അവര് മക്കളെല്ലാം കൂടെ ഒത്തുകൂടി ചെറിയൊരു പരിപാടി ഫംഗ്ഷൻ നടത്തുകയാണ്. അവരുടെ ജീവിത ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും കാരണം ജീവിതത്തിൽ ഇന്നേ നാൾ വരെ ഒരു വെഡിങ് ആനിവേഴ്സറി പോലും ആഘോഷിച്ചിട്ടില്ല. അതിന് പകരമായിട്ട് ഞങ്ങൾ മക്കൾ, എന്റെ പെങ്ങന്മാരും എന്റെ വൈഫും കുട്ടികളും എല്ലാം അടങ്ങുന്ന ചെറിയൊരു കേക്ക് മുറിയും പരിപാടിയാണ് വിശേഷങ്ങളാണ് കാണുന്നത്. എല്ലാരും ഫുള്ളായിട്ട് കണ്ടു നോക്കണം. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുമ്പോഴേ നല്ലൊരു മഴ പെട്ട് മക്കളെ പെട്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ചെറിയ മഴ കണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പകുതിയായപ്പോൾ നല്ലൊരു മഴ നമ്മളെ ചതിച്ചാണ് പോയി ഗൈസ്. അങ്ങനെ റോഡ് സൈഡിൽ കയറി അങ്ങ് വണ്ടി സ്റ്റാൻഡ് കിട്ടി ഒറ്റ നെറ്റ് ഓടിച്ചടിച്ചാണ് പോകുന്ന വഴി മഴ ചതിച്ചു. വീട്ടിൽ നിറയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. വീട്ടിൽ നിറയെ പകുതിയായപ്പോൾ മഴ പെയ്തു. മഴ ചതിച്ച് മഴ പെടാറുമില്ല. എങ്ങനെയുണ്ട് മഴ കേട്ടോ. അപ്പോൾ അങ്ങനെ മഴയൊക്കെ തുറന്ന് പോകുന്ന വീട്ടിലേക്ക് കറക്റ്റുള്ള ചിക്കനും ഒക്കെ മേടിച്ചായിട്ടാണ് ഞങ്ങൾ പോയത്. പെങ്ങന്മാരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. 2 പെങ്ങന്മാരും കുട്ടികളും ഒക്കെ ഉള്ളതല്ല. കറക്റ്റുള്ള ചിക്കനൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യാത്രയിലാണ്. മഴ ഇച്ചിരി കുറവുണ്ട്. എന്തായാലും ആ സമയം കൊണ്ട് വീട് പിടിക്കണം എന്നുള്ള സെറ്റപ്പിലാണ് പോകുന്നത്. അങ്ങനെ മഴയൊക്കെ തോർന്ന് പതുക്കെ വണ്ടിയെടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ വാപ്പാടെയും ഉമ്മയുടെയും വീട്. പ്രകൃതി മനോഹരമായ വീട്. മഴയത്ത് നമ്മളിവിടെ പോണു കേക്ക് വാങ്ങിക്കാൻ. നല്ല മഴയുണ്ട് സമയത്താണ് ഗൈസ്. ഇത് നല്ല മഴക്കാർ വെച്ച് വരുന്നു. കേക്ക് മേടിക്കാൻ പോണു. മഴ പെയ്യുന്നുണ്ട് ഗൈസ്. മഴക്കാറുണ്ടോ? നല്ല മഴക്കാറുണ്ട്. പെങ്ങടെ മോളുമായിട്ട് കേക്ക് മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ നനഞ്ഞ് അവർക്ക് സർപ്രൈസ് കൊടുക്കാല്ലേ. നല്ല മഴയത്ത് കേക്ക് മേടിക്കാൻ പോവാണ്. നല്ല മഴയുണ്ട് ഗൈസ്. മഴക്കാറ് നല്ലോണം നല്ല മഴക്കാറ്. നല്ല കാറ്റുകൊണ്ട് മഴയുണ്ട്. നല്ല കാറ്റ്. നല്ല മഴയത്ത് നല്ലൊരു കേക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ കേക്ക് വയ്ക്കുന്ന വീടെത്തിക്കഴിഞ്ഞു ഗൈസ്. പട്ടി വല്ലതും ഉണ്ടാടി? ആണോ? കേക്ക് മേടിക്കാൻ പട്ടി ഉണ്ടെന്ന് ഓടരുത്. കേക്ക് മേടിക്കാൻ വന്ന് പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അവർ കേക്കിൽ വാപ്പിയുടെ മേലെ പേര് എഴുതുകയാണ്. ഇത് പെങ്ങടെ മോള്. പേര് പറഞ്ഞു ഇയാളെ മൊത്തം പറഞ്ഞു. പെങ്ങടെ മോളാണ് ചേട്ടാ. കേക്ക് കിട്ടാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മഴ കാരണം കവറിനകത്തൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കും. പേരൊന്നുമില്ല, പേരൊക്കെ അകത്തായിപ്പോയില്ല, കാണാൻ പറ്റില്ല. മഴ ചതിച്ചു. കേക്ക് മുഖം നനഞ്ഞ് വെള്ളം ആവുമോ? നനഞ്ഞ് പോയായിരുന്നു. അത് ഓടിയാലോ. വാ ഓടിക്കോ. കേക്കും കൊണ്ട് മഴയത്ത് ഓടി ഗൈസ്. നിക്ക് മതി, ഓടല്ല. ഇതാണ് കൂട്ടുകാരൻ നമ്മൾ മേടിച്ച കേക്ക്. കേക്കായിരുന്നു. അതുകൊണ്ടൊക്കെ വാപ്പച്ചമ്മയ്ക്ക് ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഇന്നയാളൊരു കേക്ക് മുറിക്കാൻ പറ്റാത്തൊരു ആഘോഷങ്ങൾ അവർ ഇന്നയാൾ വരെ ഈ പരിപാടിയൊന്നും ആഘോഷിച്ചിട്ടില്ല. ഞങ്ങൾ മക്കളൊക്കെ വലുതായതുകൊണ്ട്
ഞാനും പെങ്ങന്മാരും വൈഫും എല്ലാം അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള സെന്റിമെന്റ് സീനൊന്നും കാണിച്ചു കരുതി ആൾക്കാരുണ്ടാവുമല്ലോ. ഉമ്മയും പാപ്പയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായി വെച്ചോളൂ. വെച്ചോട് വെച്ചോട്. അതിന് ഉമ്മ വെച്ചോട്. നമ്മക്കില്ലേ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും പരസ്പരം എല്ലാവർക്കും കൈമാറി. പെങ്ങന്മാരും നാത്തൂരും എല്ലാവർക്കും ഒക്കെ കൈമാറി. കൈയിട്ട് വാരി തിന്നു. ആമി കേക്കോളാവ കേക്കോളാവ എടി കേക്കോളാവാ കൊള്ളാവ കേക്കോളാവ വിഷു എങ്ങനെയുണ്ട് കേക്ക്? സൂപ്പർ എന്ന് പറ. അപ്പൊ പറ കേൾക്കാനുണ്ട്. കേക്ക് എങ്ങനെയുണ്ട്? അടിപൊളി. അങ്ങനെ കേക്കെല്ലാം മുറിച്ചു. പതുക്കെ എല്ലാവരും ഫാമിലി ഉൾപ്പെടെ എല്ലാവരും ചോറ് കഴിക്കാൻ വരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. നല്ല ചോറും ചിക്കൻ കറിയും കല്ലാസും പപ്പടവും പരിപ്പ് എന്ന് വെച്ചാൽ പരിപ്പ് കറിയും അച്ചാറും എല്ലാം കൂടെ കൂട്ടിയുള്ളൊരു ആഹാരമായിരുന്നു കേട്ടോ. കുടുംബത്തോടൊപ്പം എല്ലാവരും കൊണ്ടിരുന്ന് ഫുഡും കഴിച്ചു. അതൊക്കെ മഴ തുറന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി മഴ തുറന്നതുകൊണ്ട് ചോറും കഴിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ പണി പാളി. നല്ല മഴയായിരുന്നു. ചോറ് കഴിച്ചിട്ടും വീട്ടിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇളയ പെങ്ങളുടെ മോനുമായിട്ട് കുറച്ച് സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു. പെങ്ങന്മാരുടെ പിള്ളേരും വീട്ടിൽ ദുവാ ചെയ്യും. അപ്പോനും എല്ലാവരും അവിടെ നിന്ന് കളിയായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കളിച്ചു കുറച്ച് നേരം. അങ്ങനെ മഴ മാറിയിട്ട് വീട്ടിൽ പോകാമെന്നും പറഞ്ഞിരുന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഉമ്മീതര ചായ ഇട്ടു. പെങ്ങന്മാരും വൈഫും എല്ലാം കൂടെ നല്ല ചൂട് കട്ട്ലേറ്റും ഉണ്ടാക്കി. കട്ട്ലേറ്റും മുറുക്കും എല്ലാം ആയിട്ട് ചായ കുടിച്ചു. ചായ കുടിച്ചുകൊണ്ടിരുന്ന് നോക്കിയപ്പോൾ മഴ ഇച്ചിരി കുറവുണ്ട്. അങ്ങനെ പതുക്കെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. വരുന്ന വഴി നല്ല മഴയായിരുന്നു. ആ മഴയത്ത് നല്ലോണം നനഞ്ഞ് കുളിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു വിശേഷം. ഒരു ചെറിയൊരു സർപ്രൈസായിരുന്നു. ആ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ മഴയത്ത് നനഞ്ഞ് കുളിച്ച് വീട്ടിലെത്തി. ഈ വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഒരു ലൈക്കും കമൻറ്റും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഇതാണ് ഇന്നത്തെ വിശേഷം. ബായ്. ഓക്കെ, ബൈ.